കെമിസ്ട്രി, ബയോളജി പരീക്ഷ കഴിഞ്ഞു വന്നു. കുട്ടികളോട് ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് റിയലായിട്ടുള്ള സംഗതിയാണ് കേട്ടോ. ചോദിക്കുന്ന സമയത്ത് കെമിസ്ട്രി ഓക്കെ ആയിരുന്നു, ബയോളജി കുറച്ച് പണിപാളി, ബയോളജി എന്താ പറ്റിയെന്നറിയില്ല. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും എന്നെ സംബന്ധിച്ച് നല്ല മാറ്റമുണ്ട്. കെമിസ്ട്രി സിമ്പിൾ അല്ലായിരുന്നു. കെമിസ്ട്രി ഇന്നലെ ഞാൻ ഫിസിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആവറേജ് ആയിരുന്നു കെമിസ്ട്രി. അതായത് എളുപ്പവുമല്ല കടുപ്പവുമല്ല. ആദ്യം കെമിസ്ട്രിയുടെ കാര്യം പറയാം. കെമിസ്ട്രിയിൽ ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഗാൽവാനിക് സെല്ല് വരുമെന്ന്. ഇന്നലെ MS പ്രഡിക്റ്റ് ചെയ്തത് ഗാൽവാനിക് സെല്ല് വരില്ല, വന്നാൽ 5 കുട്ടികൾക്ക് ന്യൂട്ടൺ ബാച്ച് ഫ്രീ ആയിട്ട് കൊടുക്കും, അതായത് 17,500 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, വെറുതെ ഒന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അതിപ്പോൾ ഞാൻ പോലും അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി ഗാൽവാനിക് സെല്ല് വരുമെന്നുള്ള കാര്യം. 2019, 2022, 2023 ഓണം എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ എവിടെയും ഗാൽവാനിക് സെല്ല് ഇല്ലായിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ പല ലൈവുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും ഗാൽവാനിക് സെല്ല് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം അതിന് മുന്നേ വർഷങ്ങളിലൊക്കെ ഈ ഗാൽവാനിക് സെല്ല് ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഫിസിക്സിൽ എന്ത് ചോദിക്കേണ്ടിയിരുന്നു, മ്യൂച്വൽ ഇൻഡക്ഷനൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ ഓഗസ്റ്റ് 31 വരെ ഈ വർഷം സ്കൂൾ പ്രവൃത്തി ദിനമായതുകൊണ്ടാണ് ഗാൽവാനിക് സെല്ല് ചോദിച്ചതെങ്കിൽ ഫിസിക്സിൽ ചോദിക്കേണ്ട മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഭാഗമൊക്കെ ചോദിച്ചിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ മാത്സ് പരീക്ഷയിൽ ട്രിഗണോമെട്രി എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2019, 2022, 2023 എന്ത് ചെയ്തിട്ടില്ല, ഓണപ്പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടില്ല. പക്ഷെ എങ്ങനെ 2024 ഓണം എക്സാമിൽ ട്രിഗണോമെട്രി ചോദ്യം വന്നു? ഞാൻ പല ലൈവുകൾ എടുത്ത് നോക്കുമ്പോൾ പലരും ട്രിഗണോമെട്രി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടു, ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ട്രിഗണോമെട്രി ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഈവൻ നമ്മുടെ ലൈവിൽ എവിടെയും ട്രിഗണോമെട്രിയുടെ ചോദ്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അല്ല മാറിയത്, സിലബസ് കുറച്ചൊന്ന് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു ക്ലസ്റ്റർ മീറ്റിങ്ങിൽ പോലും ഇതൊരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ വിവരം. എന്തൊക്കെയായാലും ശരി, കെമിസ്ട്രി പരീക്ഷ ചോദ്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലെറ്റേഴ്സ് ആക്സസിലൊക്കെ പ്രോബ്ലംസ് അതുപോലെ വന്നിട്ടുണ്ട്. പീരീഡും ഗ്രൂപ്പ് നമ്പറൊക്കെ തന്നിട്ട് ആളാരാന്ന് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ലായിരുന്നു പരീക്ഷാ പേപ്പറിൽ. 2019, 2022, 2023 ചോദ്യപേപ്പറുകളിൽ ഇതുവരെ കാണാത്ത ചില ചോദ്യങ്ങൾ കുട്ടികൾ കണ്ടിട്ടുണ്ട്. അതൊരു ടഫ് ചോദ്യമല്ല, ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നത് ഒരുമിച്ച് വെച്ച നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നത്തെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എപ്പോഴും ആവർത്തിച്ച് വരുന്ന പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ബയോളജിയിലേക്ക് വരുമ്പോൾ കെമിസ്ട്രിയെ കമ്പയർ ചെയ്തിട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത്. അങ്ങനെയല്ല. ബയോളജി കഴിഞ്ഞ വർഷം 2023 ഓണം എക്സാമിലും ടഫായിരുന്നു. ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിലും പക്ക ടഫായിരുന്നു ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ. 2016, 17, 18, 19, 2016, 17, 18 വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ നിന്ന് പല ഡയഗ്രംസും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബയോളജിയിൽ നിങ്ങൾ പുതിയൊരു ഡയഗ്രമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുവരെ എക്സാം പേപ്പറുകളിൽ ചോദിക്കാത്ത ഡയഗ്രംസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. എങ്ങനെ വന്നു? അപ്പോൾ പ്രതീക്ഷിക്കാത്ത പല ചോദ്യങ്ങളും ഇന്നത്തെ ബയോളജി എക്സാം പേപ്പറിൽ കുട്ടികൾ കണ്ടു. കാരണം ഇപ്പോൾ എന്നെപ്പോലുള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ആരാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാറുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലാത്ത ചോദ്യങ്ങൾ ഒരല്പം കൂടുതലായിരുന്നു ബയോളജിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ എക്സാമിൻ്റെ തലേ ദിവസം 2019, 2022, 2023 ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ നിന്ന് മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയാണ് MS പോലും പ്രഡിക്ഷൻ വീഡിയോ പോലും ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഗാൽവാനിക് സെല്ല് വരില്ല എന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് തെറ്റി. അപ്പോൾ അതോടൊപ്പം നോക്കുമ്പോൾ ബയോളജിയിൽ PYQ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് പകരം ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി എന്നത് തന്നെ ബയോളജി എക്സാമിനെ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് വേറിട്ട് നിർത്തിയിരിക്കുകയാണ് ഈ ഓണപരീക്ഷയിൽ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എന്തായി പോകരുത്, അഡിക്റ്റഡ് ആയി പോകരുത്. പുതിയ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് വേണ്ടി പുതിയ ഫ്രഷ് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോകണം. അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഷുവർ A+ ബുക്ക് വാങ്ങിയ കുട്ടിയോട് പോലും ഞാൻ പറയാറുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കണേ. നിങ്ങൾ ഏത് ഗൈഡുകളും ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് ഗവൺമെൻറ് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സയൻസ് സബ്ജക്റ്റുകളിൽ
മാത്സ് ഒഴികെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഓരോ വരിയും എടുത്തെടുത്ത് പഠിക്കണം. ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. ഞാനിപ്പോൾ ന്യൂട്ടൺ ബാച്ച്, നമ്മുടെ ന്യൂട്ടൺ ബാച്ചിലെ കുട്ടികളെ ഓണപ്പരീക്ഷയുടെ റിസൾട്ട് സ്കൂളിൽ നിന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ അവരെ കൊണ്ടുപോകുന്നത് ടെക്സ്റ്റ് ബുക്കിലൂടെയാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ വരിയിലൂടെയും അവരെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു സ്റ്റഡി പ്ലാൻ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. വെറും ഒരു സ്റ്റഡി പ്ലാൻ അല്ല, ആ പ്ലാനിലൂടെ കുട്ടി പോയി കഴിഞ്ഞാൽ ഡിസംബർ എക്സാമിൽ ആ കുട്ടിക്ക് ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്നൊരു ഒരു 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 റോബോട്ടാക്കി ഞാൻ ആ കുട്ടിയെ മാറ്റും, അങ്ങനെ തന്നെ പറയാം. ചോദ്യം ചോദിക്കുമ്പോൾ യെസ് ആൻസർ അപ്പം വിളിച്ച് പറയുന്ന ഒരാളാക്കി ഞാൻ മാറ്റിയിരിക്കും. എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും പ്രൊഡിക്ഷൻ വീഡിയോയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? എടാ ഗാൽവാൻസലിൽ മാത്രമേ ചോദിക്കാത്തതുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം ഓവറോൾ ചോദിച്ചിട്ടുണ്ട്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 മാർക്കിനുള്ള ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 40ഓളം മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ക ഷുവർ ക്വസ്റ്റ്യൻസും പ്രൊഡിക്ഷൻ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ MS പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സോ ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഫീഡ്ബാക്ക്, ഇന്നലെ നമ്മൾ 35K 35,000 കൺകറൻറ്റ് വ്യൂവേഴ്സ്, ഇന്നലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെമിസ്ട്രി ക്ലാസ് കണ്ടിരുന്നത് MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നി. ആ സന്തോഷം ഞാൻ ലൈവിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കമൻറ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. സിൻസിയറായിട്ട് പറയാം, MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എത്രത്തോളം ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്, ഇനി ഡിസംബറിലേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.